ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. തൻ്റെ കുഞ്ഞിനെ കൊല്ലണമെന്ന് ധനുഷിനോട് അവന്തിക ചെന്ന് പറയുമ്പോൾ ധനുഷ് പറയുകയാണ്, ദേ അവന്തികെ, ഇന്ന് നീ പറഞ്ഞത് പറഞ്ഞു. ചോര കണ്ട് അറപ്പ് മാറാത്ത കയ്യാ എൻ്റേത്. നീ എന്നെ കൊണ്ട് വീണ്ടും ഓരോന്ന് ചെയ്യിപ്പിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞ് ധനുഷ് ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. അവന്തിക നന്ദനെ കാത്ത് മുറിയിലിരിക്കുകയാണ്. നന്ദൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവന്തിക പറയുകയാണ്, ഞാൻ നന്ദേട്ടനെ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്. എന്താ കാര്യമെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, നമുക്കിടയിലുണ്ടായിട്ടുള്ള പഴയ കാര്യങ്ങളെല്ലാം മറന്ന് നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങണം. എന്താ നിന്റെ ഉദ്ദേശമെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, നന്ദേട്ട, ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. എത്രയും പെട്ടെന്ന് എനിക്കൊരു കുഞ്ഞിൻ്റെ അമ്മയാകണം. ബെസ്റ്റ്. നിന്ന നിൽപ്പിൽ ഓന്തിനെ പോലെ നിറം മാറാനുള്ള നിന്റെ കഴിവുണ്ടല്ലോ, ആ കഴിവിന് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ആരോടുള്ള വാശി തീർക്കാനാ നീ പോയി അമ്മവേഷം കെട്ടാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നതെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ കുഞ്ഞായില്ലേ. മൂത്ത മരുമകളായ എനിക്ക് മാത്രമാ കുഞ്ഞുങ്ങളില്ലാത്തത്. എൻ്റെ അവന്തികെ, നീ ആദ്യം ഒരു മനുഷ്യ സ്ത്രീയാകാൻ നോക്ക്, എന്നിട്ടല്ലേ കുഞ്ഞിൻ്റെ കാര്യം. നീ എൻ്റെ മനസ്സിലുണ്ടാക്കിയ മുറിവുകളൊന്നും ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ഒരു കുഞ്ഞുണ്ടായി ഒന്നിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചല്ല, അതിനു പകരം ഡിവോഴ്സിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ അവിടുന്ന് പോകുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയും കൂടി ഡോക്ടറിൻ്റെ അടുത്ത് വന്നിരിക്കുന്നതാണ്. അവരെ കണ്ടയുടൻ തന്നെ സ്വീറ്റ്സ് കൊടുക്കുകയാണ് ഡോക്ടർ. എന്താ ഡോക്ടർ, ഇന്ന് ഡോക്ടറിൻ്റെ ബർത്ത്ഡേ ആണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, അതൊന്നുമല്ല, നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കഴിഞ്ഞ 2 ഘട്ടങ്ങളും സക്സസ് ആയിരിക്കുകയാണ്. നമ്മളിന്ന് 3ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത 3 മാസത്തിനുള്ളിൽ അർച്ചന എന്താണെങ്കിലും പ്രഗ്നൻ്റ് ആയിരിക്കും. ഇത് കേൾക്കുന്ന അർച്ചനയ്ക്കും സച്ചിക്കും സന്തോഷമാവുകയാണ്. ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, അതുകൊണ്ടല്ലേ ട്രീറ്റ്മെൻ്റ് എല്ലാം പെട്ടെന്ന് തന്നെ സക്സസ് ആയത്. അർച്ചനയും സച്ചിയും സന്തോഷത്തോടെ ഡോക്ടറിനെ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സ്നേഹയുടെ പ്രഗ്നൻസി നടന്ന ചടങ്ങിനെ കുറിച്ചുമെല്ലാം ദേഷ്യത്തോടെ ആലോചിക്കുകയാണ് അവന്തിക. അതേസമയം ധനുഷ് അവന്തികയുടെ അടുത്തേക്ക് ചെല്ലുന്നു. നീ എന്നെ മനഃപൂർവ്വം ചതിക്കുകയല്ലായിരുന്നോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ധനുഷ് പറയുകയാണ്, അങ്ങനെയൊന്നുമല്ല അവന്തികെ, പഴയതെല്ലാം മറന്ന് നീയും ഒരു പുതിയ ജീവിതം ആരംഭിച്ചു നോക്ക്. ഞങ്ങളുടെ കുഞ്ഞിനെ നീ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ നിനക്കെന്നെ പേടിയുണ്ടല്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ധനുഷ് പറയുകയാണ്, എനിക്ക് നിന്നെ നന്നായി തന്നെ അറിയാമല്ലോ. സ്നേഹയോടൊപ്പമുള്ളൊരു ജീവിതം എനിക്ക് ഈശ്വരൻ തന്നപ്പോൾ അതെനിക്കുള്ള പുതിയൊരു അവസരമായി തന്നെയാണ് ഞാൻ കാണുന്നത്. എനിക്ക് ജീവിക്കണം. എൻ്റെ ജീവിതയാത്രയിൽ നീ ഒരിക്കലും തടസ്സമായി നിൽക്കരുത്. നിനക്ക് നിന്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ഒപ്പം സന്തോഷത്തോടെ ജീവിക്കണമല്ലേ. അപ്പോൾ ഞാനോ? നിന്റെ ഈ പകയും വൈരാഗ്യവും ഒക്കെ അവസാനിപ്പിച്ചാൽ തന്നെ നിന്റെ ജീവിതത്തിന് ഒരു വെളിച്ചം വരും. നന്ദേട്ടൻ നിന്നെ സ്വീകരിക്കുകയും ചെയ്യും. ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ പറയുകയാണ്, മതി, നീ ഇതിവിടെ വെച്ച് നിർത്തിക്കോ. 10 മാസം എന്ന് പറയുന്നത് ഒരു വലിയൊരു കാലയളവ് തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്റെ കുഞ്ഞിനെ എന്താണെങ്കിലും ഞാൻ കൊന്നിരിക്കും. അവന്തികെ, നീ അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ നല്ല സന്തോഷത്തിലാണ്. അതെന്താണെങ്കിലും നടക്കില്ല. അവളുടെ വയറ്റിൽ വെച്ച് തന്നെ ഞാൻ ആ കുഞ്ഞിനെ തീർത്തിരിക്കുമെന്ന് അവന്തിക പറയുമ്പോൾ അവന്തികയെ തല്ലാനായി കൈ ഓങ്ങുകയാണ് ധനുഷ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ പിന്നെ ഞാൻ താമസിക്കാൻ പോകുന്നത് നെല്ലിശ്ശേരിയിലല്ലായിരിക്കും, സെൻട്രൽ ജയിലിലായിരിക്കും നിന്നെ കൊന്നിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ധനുഷ് മുറിയുടെ പുറത്തേക്ക് പോകുമ്പോൾ സേതുമാധവൻ ധനുഷിനോട് പറയുകയാണ്, മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരിക്കലും ഇനി തിരിച്ചു കിട്ടില്ലെന്ന് ഞാൻ കരുതിയ സന്തോഷങ്ങളെല്ലാമാ ഇപ്പോൾ നെല്ലിശ്ശേരിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നത്. അതേസമയം ഇത് കേട്ടുകൊണ്ട് അവന്തിക മുറിയുടെ പുറത്തേക്ക് വരികയാണ്. ഇനി എന്താണെങ്കിലും ആ സന്തോഷമൊന്നും പോകില്ല. സന്തോഷങ്ങൾ ഇനി വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ആ മോനോട് ഞാൻ ഓഫീസിലെ കാര്യം പറയാനിരിക്കുകയായിരുന്നെന്ന് സേതു പറയുമ്പോൾ അങ്ങോട്ടേക്ക് സച്ചിയും വരികയാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുഴുവൻ ചുമതലയും ധനുഷിന് കൊടുത്താലോ എന്നാ ഞാനിപ്പോൾ ചിന്തിക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ നിങ്ങളെപ്പോലെ ഒരു സാധാരണ ജോലിക്കാരനായി മാത്രം എനിക്കവിടെ തുടർന്നാൽ മതിയെന്ന് ധനുഷ് പറയുന്നു. തുടർന്ന് സേതു പറയുകയാണ് അവന്തികയോട്, എല്ലാവർക്കും കുഞ്ഞുങ്ങളായി ഇനി നിങ്ങളുടെ കൂടി പേരക്കുട്ടിയെ കാണാനുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. നിങ്ങൾ എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറിനെ കാണണം. ഇത് കേൾക്കുന്ന അവന്തിക ഞാൻ നന്ദേട്ടനോട് പറയാമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് സച്ചിയോട് അർച്ചനയോട് പറയണം അവന്തികയോട് സംസാരിക്കാനെന്ന് സേതുമാധവൻ പറയുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിനെ ഉറക്കുന്ന അർച്ചനയെയാണ്. സേതു പറഞ്ഞ കാര്യം അർച്ചനയോട് പറയുകയാണ്. സച്ചി, നമ്മൾ കാണിക്കുന്ന ഡോക്ടറിനെ തന്നെ അവരെയും കൊണ്ട് കാണിക്കാനാ അച്ഛൻ പറയുന്നതെന്നും സച്ചി പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.